നമസ്കാരം, ഞാൻ അനൂപ് കണ്ണൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് സഹ്യാദ്രി ആയുർവേദ പീരുമേട് കുട്ടിക്കാനടുത്താണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഏകദേശം ഒരു 2 ആഴ്ചയോളമായിട്ട് ഇവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സഹ്യാദ്രി ആയുർവേദയുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളുടെ മനസ്സ് വളരെ ശാന്തമാകുന്ന, വളരെ കാമാവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കാരണം പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു ഹിൽ ഏരിയ ആയതുകൊണ്ട് ക്ലൈമറ്റും നല്ല രസകരമായിട്ടുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് ഏത് ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഫലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാകണം, ശരീരം അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സഹ്യാദ്രിയെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്കത് ശരീരത്തിന് പിടിക്കും, നമ്മുടെ മനസ്സിന് അതിനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകും എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രഗത്ഭരായിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള തെറാപ്പിസ്റ്റുകളാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇവർ ഒരുക്കിയിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഇവരുടെ ഒരു പ്രവൃത്തി പരിചയം നമുക്ക് എടുത്ത് അറിയാൻ പറ്റും, അവരുടെ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഡോക്ടർ ഹരീഷ് ആൻഡ് ഒരു ഡോക്ടർ കൂടിയുണ്ട്. അപ്പോൾ 2 ഡോക്ടേഴ്സും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് സംസാരിക്കാവുന്ന, നമ്മളുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്ന വളരെ അനുഭവസമ്പത്തുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അവരുടെയും സേവനം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതൊരു ചികിത്സയ്ക്കും ആഹാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡ്, നമുക്ക് ഇത്തരം ചികിത്സകൾക്ക് വെജിറ്റേറിയൻ ആയിരിക്കും മോസ്റ്റ്ലി എന്നല്ല, വെജിറ്റേറിയൻ ആണ് കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് ആ വെജിറ്റേറിയൻ, നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത്രയും നീണ്ട ദിവസം വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നമുക്ക് ഒരു അത്തരത്തിലുള്ള ഒരു മടുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അമേസിങ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടുത്തെ ഫുഡ്, അതിൻ്റെ കൂടെ തന്നെയാണ് സൂപ്പ്. ഇവിടുത്തെ വെജിറ്റേറിയൻ സൂപ്പുണ്ട്, അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ കിച്ചൺ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹവും ഇവിടെ ഏകദേശം വർഷങ്ങളോളമായിട്ട് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രവർത്തന പരിചയം വലിയ മുതൽക്കൂട്ടാണ് സഹ്യാദ്രി ആയുർവേദയ്ക്ക്. അപ്പോൾ ശരീരം പൂർണ്ണമായിട്ടും നമുക്കതിൻ്റെ ശരീരത്തിലെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും ശരീരത്തിന് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം. പിന്നെ മനസ്സ് വളരെ കാമായിട്ടാണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ച് നമ്മൾ പോകുന്നത്. വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സഹ്യാദ്രി ആയുർവേദ ഹോസ്പിറ്റൽ. ഞാനത് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.